Let us consider the projectile motion with air drag. So ഒന്നുകൂടെ നമുക്ക് സിമുലേഷൻ റൺ ചെയ്യാം. സോ ആംഗിൾ 60ൽ നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ നമുക്ക് സിമുലേറ്റ് ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് ദി ട്രാജക്ടറി ഓഫ് ദി പ്രൊജക്റ്റൈൽ. നൗ ഇൻ ദി പ്രസൻസ് ഓഫ് എയർ റെസിസ്റ്റൻസ്, ഞാനിവിടെ എയർ റെസിസ്റ്റൻസ് ഓൺ ചെയ്യാണ്. ദെൻ ഇൻ ദി പ്രസൻസ് ഓഫ് എയർ റെസിസ്റ്റൻസ് ഹൗ വിൽ ബി ദി മോഷൻ. സോ നമുക്കൊന്നുകൂടെ ഫയർ ചെയ്ത് നോക്കാം. നിങ്ങൾ മോഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദി സെൻറ്റർ, വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ നേരത്തുള്ള മോഷൻ സിമ്മെട്രിക് ആണ്. അതായത് ഇതുവരെയുള്ള മോഷൻ തന്നെ ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മോഷനും. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്ത് മിറർ വെച്ച് കഴിഞ്ഞാൽ രണ്ടും സിമ്മെട്രിക് ആയിരിക്കും. പക്ഷേ ഇൻ ദി പ്രസൻസ് ഓഫ് എയർ ഡ്രാഗ് ഈ മോഷൻ സിമ്മെട്രിക് ആയിരിക്കില്ല. ഇതുവരെ ഉള്ള അത്രത്തോളം ഡിസ്റ്റൻസ് പിന്നെ കവർ ചെയ്യില്ല. ഇവിടെ കണ്ടോ, ഇത്രത്തോളം ഡിസ്റ്റൻസ് ഇവിടെ കുറവാണ്. സോ അത് നമുക്ക് നമ്മുടെ കോമൺ സെൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു ബോഡി നമ്മളൊരു പേപ്പർ എന്തെങ്കിലും ചുരുട്ടി എറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോൾ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഈ മോഷൻ ആയിരിക്കും നമുക്ക് ഇൻ ദി പ്രസൻസ് ഓഫ് എയർ ഡ്രാഗ് ഉള്ള മോഷൻ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, നൗ ഈ മോഷൻ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഫിസിക്കലി അനലൈസ് ചെയ്യാൻ നോക്കാം പൈത്തൺ കോഡ് യൂസ് ചെയ്തിട്ട്. സോ ഈ കേസിൽ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇതിൻ്റെ പ്രസൻസിൽ മാത്രമാണ് ബോഡി മൂവ് ചെയ്തത്. ഈ കേസിലാവുമ്പോൾ ഫോഴ്സിൽ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഒരു ഡ്രാഗ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. സോ നമ്മൾ നേരത്തെ വെലോസിറ്റി എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ആയിട്ട് ഡിവൈഡ് ചെയ്തതുപോലെ ഇവിടെ ഡ്രാഗ് ഫോഴ്സിനെ എഫ് ഡിയെ എക്സ് കമ്പോണൻ്റ് ആയിട്ടും വൈ കമ്പോണൻ്റ് ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. So there will be fd cos phi and also fd sin phi, just like velocity. വെലോസിറ്റിക്ക് എക്സ് ഡയറക്ഷനിൽ കോസ് പൈ കമ്പോണന്റ് വന്നതുപോലെ ഇവിടെ ഡ്രാഗ് ഫോഴ്സിലും കോസ് പൈ കമ്പോണന്റും സൈൻ പൈ, അതായത് എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ഉണ്ടാവും. ഡ്രാഗ് ഫോഴ്സ് എഫ് ഡി ഈസ് ഈക്വലന്റ് ടു ഹാഫ് സി പൈ റോ ആർ സ്ക്വയർ വി സ്ക്വയർ. സി is the drag coefficient, rho is the density of medium, and r is the radius of the body, v is the velocity. Okay, then നമുക്ക് x component ആയിട്ടും y component ആയിട്ടും മോഷനെ ഡിവൈഡ് ചെയ്യണം. സോ x component and y component. Okay, now നമ്മൾ എക്സ് കമ്പോണൻറ്റിൽ ഇവിടെയുള്ള ഫോഴ്സ് ഡ്യൂ ടു എർത്ത് ഗ്രാവിറ്റി, അതായത് എർത്ത് ഗ്രാവിറ്റി സീറോ ആയിട്ട് എടുക്കും. എക്സ് കമ്പോണന്റ് ഓഫ് ഗ്രാവിറ്റി എ എക്സ് സീറോ ആയിരിക്കും. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ഫോഴ്സ് ഡ്യൂ ടു എർത്ത് ഗ്രാവിറ്റി ഈസ് സീറോ. നോ ഈ കേസിലോ വൈ കമ്പോണന്റ് ആയിട്ട് എന്ത് വരും? വൈ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ഡ്യൂ ടു എർത്ത് ഗ്രാവിറ്റി ദാറ്റ് വിൽ ബി മൈനസ് എം ജി ഫോഴ്സ് ഉണ്ടാവും വൈ ഡിറക്ഷനിൽ. ദെൻ എയർ ഡ്രാഗ് നോക്കാം. സോ എയർ ഡ്രാഗിൻ്റെ എക്സ് കമ്പോണന്റ് എഫ് ഡിൻ്റെ എക്സ് കമ്പോണന്റ് വരും, വെലോസിറ്റി വന്നതുപോലെ തന്നെ മൈനസ് എഫ് ഡി കോസ് ഫൈ ആയിരിക്കും അതിൻ്റെ എക്സ് കമ്പോണന്റ്, ജസ്റ്റ് ലൈക്ക് വെലോസിറ്റി. സിമിലർലി ഇവിടെ വൈ കമ്പോണന്റ് എന്ത് വരും? മൈനസ് എഫ് ഡി സൈൻ ഫൈ. ഓക്കെ, നൗ നമുക്ക് വേണമെങ്കിൽ ഈ എഫ് ഡിക്ക് ഇവിടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹാഫ് സി പൈ റോ ആർ സ്ക്വയർ വി സ്ക്വയർ എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് നെറ്റ് ഫോഴ്സ് കാണാം. സോ നെക്സ്റ്റ് ഈസ് നെറ്റ് ഫോഴ്സ്. എക്സ് ഡിറക്ഷനിൽ നമുക്ക് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി സീറോ ആണ്. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എയർ ഡ്രാഗ് ഫോഴ്സ് മാത്രമായിരിക്കും. സോ ദാറ്റ് വിൽ ബി മൈനസ് എഫ് ഡി കോസ് പൈ, ആൻഡ് മൈനസ് എഫ് ഡി കോസ് പൈക്ക് എഫ് ഡിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് സി പൈ റോ ആർ സ്ക്വയർ വി സ്ക്വയർ വരും. നെറ്റ് ഫോഴ്സ് അലോങ് വൈ ഡിറക്ഷനോ ഇവിടെ എം ജി ഫോഴ്സ് ഉണ്ട്, അതുപോലെ ഡ്രാഗ് ഫോഴ്സും ഉണ്ട്. സോ നെറ്റ് ഫോഴ്സ് രണ്ടുകൂടി ക്ലബ് ചെയ്യണം, രണ്ടുകൂടി ആഡ് ചെയ്യണം. മൈനസ് എം ജി മൈനസ് എഫ് ഡി കോസ് പൈ, എഫ് ഡിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മൈനസ് സി പൈ റോ സ്ക്വയർ ആർ സ്ക്വയർ വി സ്ക്വയർ സൈൻ ഫൈ. ദിസ് വിൽ ബി ദി നെറ്റ് ഫോഴ്സ് അലോങ് വൈ ഡിറക്ഷൻ. ഇനി നമുക്ക് ആക്സിലറേഷൻ കാണണം. നോ ആക്സിലറേഷൻ എങ്ങനെ കാണും? എഫ് is equal to എം എ. സോ ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ബൈ എം. സോ നമ്മളുടെ കേസിൽ ഈ എക്സ് ഡിറക്ഷനിലെ നെറ്റ് ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു മൈനസ് ഹാഫ് സി പൈ റോ ആർ സ്ക്വയർ വി സ്ക്വയർ ബൈ എം. ആൻഡ് വൈ ഡിറക്ഷനിലോ ആക്സിലറേഷൻ കാണുമ്പോൾ നമുക്കിവിടെ
ഫസ്റ്റ് ഇവിടെ മൈനസ് എം ജിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്ത ജി മാത്രമായിരിക്കും. ദെൻ നെക്സ്റ്റ് ടേമിൽ താഴെ എം വരും. റോ സ്ക്വയർ ആർ സ്ക്വയർ വി സ്ക്വയർ. സോറി റോ സ്ക്വയർ അല്ല, റോ ഉള്ളൂ. ഹാഫ് സി പൈ റോ ആർ സ്ക്വയർ വി സ്ക്വയർ സൈൻ ഫൈ ബൈ എം. ദിസ് വിൽ ബി നെറ്റ് ആക്സിലറേഷൻ. ഓക്കെ, സോ ഈ 2 കൂടെ താഴെ വരുമ്പോൾ 2m എഴുതാം നിങ്ങൾക്ക്. സോ the acceleration is x component of acceleration. എനിക്ക് ഇവിടെ ax എന്ന് എഴുതാം. This is the y component of acceleration ay minus g minus. Now this whole term നിങ്ങൾക്ക് എന്ത് ചെയ്യാം? This half c ഒരു നമ്മൾ സിറ്റുവേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റീസ് ഹാഫ് സി പൈ റോ ആർ സ്ക്വയർ എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ എല്ലാം എമ്മും. സോ ദിസ് ഹോൾ ക്വാണ്ടിറ്റി നമുക്ക് ഒന്നിച്ച് എഴുതിയിട്ട് acceleration ay is equal to minus g minus k v square sin phi എന്ന് കൺസിഡർ ചെയ്യാം. Similarly, here you can write down acceleration is equal to minus k v square cos phi. k v square cos phi. Yeah, so ഞാൻ ഇവിടെ cos phi വിട്ടുവല്ലോ. ആക്സലറേഷൻ എഫ് ബൈ എം ആണ്. നെറ്റ് ഫോഴ്സ് എഴുതുമ്പോൾ സി പൈ റോ ആർ സ്ക്വയർ വി സ്ക്വയർ ഇൻറ്റു കോസ് പൈ കൂടി ഉണ്ടാവും ഇവിടെ. ഞാൻ നേരത്തെ മറന്നുപോയതാണ് ഇത് എഴുതാൻ. ഓക്കെ, സോ ഹിയർ ആൾസോ യു വിൽ ഹാവ് എ കോസ് പൈ ആൻഡ് സോ ദിസ് വിൽ ബി എ എക്സ് മൈനസ് കെ വി സ്ക്വയർ കോസ് പൈ. ഓക്കെ, സോ എ എക്സ് ആയി എ വൈ ആയി. ഇനി നമുക്ക് നമ്മളുടെ പിന്നെ കോസ് ഫൈക്കും സൈൻ ഫൈക്കും വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. We have the x component of velocity vx is equal to v cos phi. Also y component of velocity vy is equal to v sin phi. Already നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത ഇക്വേഷൻ ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കോസ് ഫൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ax will be equal to minus kv square. Then v cos phi will be equal to vx by v. And if you substitute for sin phi, this will be equal to minus g kv square. Sin phi is equal to vy by v. Now നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. v സ്ക്വയറിലെ സ്ക്വയറും താഴെയുള്ള വിയും ക്യാൻസൽ ചെയ്യാം. ഹിയർ ആൾസോ യു ക്യാൻ ക്യാൻസൽ ദിസ് സ്ക്വയർ ആൻഡ് ദിസ് v. ഓക്കെ, സോ ax is equal to minus k v square vx, and here you have ay is equal to minus g minus k v vy. Okay, now what is v square? Sorry, v square alla, now v k v vx. What will be v? V square will be equal to vx square plus vy square. So v will be equal to root of vx square plus vy square. So the x component of acceleration ax will be equal to minus kvx into root of vx square plus vy square. Similarly, y component of acceleration ay will be equal to minus g minus k vy into v will be equal to vx square plus vy square. Okay, so നമുക്ക് x component of acceleration-ന്റെയും y component of acceleration-ന്റെയും ഫോർമുലയായി. ഇനി നമുക്ക് പൊസിഷൻ അതുപോലെ വെലോസിറ്റിയും കൂടി എഴുതണം. സോ പൊസിഷന്റെ വെലോസിറ്റി, ഫസ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ എഴുതാം. വെലോസിറ്റി the x component of velocity at i plus 1th position will be equal to x component of velocity at ith position plus h into axi. ഇത് ഓയിലർ ഇക്വേഷൻ. സിമിലർലി ഇവിടെ നമുക്ക് vyi plus 1 will be equal to vyi plus h into ayi. Okay. Similarly, നമുക്ക് ഇനി പൊസിഷൻ എഴുതാം. xi plus 1 ഉം yi plus 1 ഉം. So xi plus 1 will be equal to xi plus h into vxi. Also here yi plus 1 will be equal to yi plus h into vyi. Okay. So നമുക്ക് പ്രോഗ്രാം കോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ത്രീ ഇക്വേഷൻസ്, ഈ ഇക്വേഷൻസ് ആണ് നമുക്ക്
അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ നേരത്തെ എഴുതിയ പ്രോഗ്രാം കോഡിൽ നമ്മൾ ഈ ഇക്വേഷൻസ് കൂടി യൂസ് ചെയ്യേണ്ടി വരും. പൈത്തൺ കോഡ് ഫോർ പ്രൊജക്ടൈൽ മോഷൻ. സോ ഈ കോഡിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ചേഞ്ചസ് വരുത്തണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻസ്, we have already the equations. Those equations are ax is equal to minus k vx into root of vx square plus vy square. Okay, and vxi plus 1, this is vxi plus 1. These equations also these equations is these 6 equations ആണ് നമ്മൾ ഇനി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് k കിട്ടണം. എങ്ങനെയാണ് k നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക? k is equal to what is k? This value half c pi, this is k, half c minus half c pi rho r square by m. So c drag coefficient, pi ന്റെ value rho, radius of the body mass, ഇത്രയും ക്വാണ്ടിറ്റീസ് നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ട് k കാണാം. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഓരോ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ഇതൊക്കെ ഇൻപുട്ട് ചെയ്യാം, എന്നിട്ട് k കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഞാൻ എഴുതാൻ പോകുന്ന k ന്റെ വാല്യൂ സ്റ്റെപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ്. സോ നമുക്ക് നമ്മളുടെ പ്രോഗ്രാം കോഡിൽ k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ദെൻ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആക്സലറേഷൻ്റെ എക്സ് കമ്പോണൻറ്റ് കാണണം, വി എക്സ് കാണാം, എക്സ് ഐ പ്ലസ് 1. ഓക്കെ, സോ നമ്മുടെ പ്രോഗ്രാം കോഡിൽ എവിടെയൊക്കെ ചേഞ്ചസ് വേണ്ടി വരും? സോ ദിസ് ഈസ് അവർ പ്രോഗ്രാം കോഡ്. സോ ഈ പ്രോഗ്രാം കോഡിനകത്ത് നമ്മൾ v0 ഈസ് ഈക്വൽ ടു ആംഗിളും നമ്മൾ രണ്ട് ഇൻപുട്ട് ചെയ്യണം, ദെൻ എച്ച് ഇൻപുട്ട് ചെയ്യണം, ആംഗിളിൽ നിങ്ങൾക്ക് 3.14 ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ദെൻ നമ്മളിവിടെ k കൂടി ഇൻപുട്ട് ചെയ്യണം. k ഈസ് ഈക്വൽ ടു kൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ നമ്മളത് ഇൻപുട്ട് ചെയ്യേണ്ടി വരും. ദെൻ നമ്മൾ ദിസ് സ്റ്റേറ്റ്മെന്റ് ax ഇവിടെ 0 കൊടുത്തു, ay ഈസ് ഈക്വൽ ടു -9.8 എന്നാണ് ഫസ്റ്റ് കൊടുത്തത്. ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ കോസ് കമ്പോണൻറ്റും സൈൻ കമ്പോണൻറ്റും കണ്ടു, എക്സും വൈയും ടിയും 0 ആക്കി. ഓക്കെ, ദെൻ പ്രിന്റ് ടൈം, എക്സ് വെലോസിറ്റി, വൈ പൊസിഷൻ, എക്സ് പൊസിഷൻ, വൈ പൊസിഷൻ. ദീസ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഇത് അതുപോലെ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് വലിയ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോകണം. വൈൽ ടി ഈസ് ലെസ് ദാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് പ്ലസ് എച്ച്. സോ എനിക്കിവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇൻപുട്ട് ചെയ്യണം. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യണം. വാട്ട് ഈസ് ടൈം? സോ എനിക്കിവിടെ ടൈം ഞാൻ കൊടുക്കാം, ടി എഫ് സീക്വൽ ടു പ്രീവിയസ് കേസിൽ ഇതേ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടോ, വൈൽ ലൂപ്പ്. ഞാനിവിടെ ടി ഈസ് ലെസ് ദാൻ ടി എഫ് പ്ലസ് എച്ച് യൂസ് ചെയ്യായിരുന്നു. ഞാൻ ടി എഫ് ഒരു 3 സെക്കൻഡോ 2 സെക്കൻഡോ കൊടുത്തു. അത്രയും കേസിലാണ് നമ്മൾ ടൈം, അത്രയും സമയത്തുള്ള മോഷനാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ വെലോസിറ്റീൻ്റെ മുമ്പ് നമ്മൾ രണ്ട് ആക്സലറേഷൻ്റെ ഇക്വേഷൻ എഴുതേണ്ടി വരും. എ എക്സിൻ്റെയും എ വൈൻ്റെയും ഇക്വേഷൻ. എ എക്സിൻ്റെ ഇക്വേഷൻ എന്ത് വരും? മൈനസ് കെ വി എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. അതുപോലെ എ വൈൻ്റെ ഇക്വേഷനും കൊടുക്കുക. എ വൈൻ്റെ ഇക്വേഷന് ജി വരും. ഓക്കെ, ദെൻ വി എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, വി വൈ കാൽക്കുലേറ്റ് ചെയ്യുക, എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, വൈ കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ടൈം ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് പ്രോഗ്രാം കോഡ് ഞാൻ ആൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ മാത്ത് ഇമ്പോർട്ട് ചെയ്തു. നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കോസും സൈനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് മാത്ത് ഇമ്പോർട്ട് ചെയ്യുന്നത്. ദെൻ v0യും ആംഗിളും നമ്മൾ ഇൻപുട്ട് ചെയ്തു, 1060. ടൈം ഓഫ് ഫ്ലൈറ്റ് 0.6 സെക്കൻഡ് ആണ് ഞാൻ കൊടുത്തത്. എച്ച് സ്റ്റെപ്പ് സൈസ് 0.2 സെക്കൻഡ് കൊടുത്തു. ഡ്രാഗ് കോയിഫിഷ്യൻറ്റിൻ്റെ വാല്യൂ 0.3 കൊടുത്തു. മാസ് ഓഫ് ദി ബോഡി 1 യൂണിറ്റ് കൊടുത്തു. റോ 0 എന്ന് കൊടുക്കുന്നത് നമ്മുടെ ഡെൻസിറ്റി ഓഫ് ദി മീഡിയം ആണ്. R0 എന്ന് എഴുതിയത് ഞാൻ ഉദ്ദേശിച്ചത് റോ 0 ആണ്, ഡെൻസിറ്റി ഓഫ് ദി മീഡിയം, ദാറ്റ് ഈസ് 1.2. ആൻഡ് റേഡിയസ് ഓഫ് ദി ബോഡി 0.5 യൂണിറ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ k കാണുകയാണ്. k ഈസ് 1/2, 0.5 ഇൻറ്റു പൈ ഇൻറ്റു സി റോ ദെൻ ആർ സ്ക്വയർ ബൈ എം. ഓക്കെ, then x component of acceleration 0, y component of acceleration -9.8. ഞാനിവിടെ യൂസ് ചെയ്ത എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം. v0 ഈസ് ഈക്വൽ ടു 10, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ആംഗിൾ ഈസ് ഈക്വൽ ടു 60. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രോഗ്രാം ഒരുപാട് നീണ്ടു പോകും. എനിക്ക് ഒറ്റ
ഒറ്റ സ്നാപ്പിൽ ഒറ്റ ഇമേജ് ആയിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് ഞാനിവിടെ എല്ലാം ക്ലബ് ചെയ്തിട്ട് ഓരോ ഇതിൽ 2 ഇൻപുട്സ് വരുന്ന, അതായത് ഇൻപുട്ട് ഇവിടെ ഒരേ സമയം 2 വേരിയബിളിലേക്ക് വാല്യൂ പിന്നെ അസൈൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയത്. ഓക്കെ. ഇനി വി എക്സ് is equal to വി സീറോ ഇൻറ്റു കോസ് റേഡിയൻസ് ആംഗിൾ. നേരത്തെ നമ്മൾ ഇതിന് പകരം ആംഗിൾ is equal to ആംഗിൾ ഇൻറ്റു പൈ ബൈ 180 സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്തത്. ഇപ്പം ഞാൻ അതിനെ മാറ്റി റേഡിയൻസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആംഗിളിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് കോസും സൈനും കാണുന്നത്. എക്സും വൈയും ടിയും 0 ആക്കി. ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ ടേബിളിൻ്റെ നെയിം, ടേബിളിൻ്റെ ഫസ്റ്റ് നമ്മളുടെ റോല് ടൈം, എക്സ് വെലോസിറ്റി, വൈ വെലോസിറ്റി, എക്സ് പൊസിഷൻ, വൈ പൊസിഷൻ എന്ന് വരാൻ വേണ്ടിയിട്ട് അത് കൊടുത്തു. ദെൻ ഫോർമാറ്റഡ് പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റിൽ ഇനീഷ്യൽ വാല്യൂസ് ഓഫ് ടൈം, വി എക്സ്, വി വൈ, എക്സ് വൈ പ്രിന്റ് ചെയ്യിച്ചു. ദെൻ വൈൽ ലൂപ്പിലാണ് സീറോൻ്റെ നമ്മൾ ഓൾറെഡി പ്രിന്റ് ചെയ്യിച്ചു കഴിഞ്ഞു. ഇനി 0+h നെക്സ്റ്റ് ടൈമിലേക്ക് പോയി അവിടുത്തെ ആക്സലറേഷൻ്റെ എക്സ് കമ്പോണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, വൈ കമ്പോണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. വെലോസിറ്റിൻ്റെ എക്സ് കമ്പോണൻറ്റും വെലോസിറ്റിൻ്റെ വൈ കമ്പോണൻറ്റും കാൽക്കുലേറ്റ് ചെയ്തു. പൊസിഷൻ്റെ എക്സും വൈ കമ്പോണൻറ്റും കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് മുഴുവൻ പ്രിന്റ് ചെയ്യിച്ചു. ഓക്കെ. നെക്സ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ടൈം ഇൻക്രിമെൻ്റ് ചെയ്യും. ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ അടുത്ത സമയത്തുള്ള നെക്സ്റ്റ് ടൈമിലെ ഇതായിരിക്കും പ്രിന്റ് ചെയ്യുക. ഇവിടെ ഞാൻ ടി ഈസ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് യൂസ് ചെയ്തത്. നേരത്തെ ഞാൻ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ടി ഈസ് ലെസ് ദാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് പ്ലസ് എച്ച് എന്നാണ് നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തത്. രണ്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ. ഇനി ഞാനിവിടെ ഈ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം കോഡ് നേരത്തെ കാണിച്ച അതേ ഇമേജിൽ കാണിച്ച പ്രോഗ്രാം കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. റൺ ചെയ്ത് നോക്കാം. റൺ മൊഡ്യൂൾ. സോ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. സോ ഔട്ട്പുട്ടിൽ നമുക്ക് ടാബുലാർ കോളാണ് ക്രിയേറ്റ് ചെയ്യുക. ടൈം, എക്സ് വെലോസിറ്റി, വൈ വെലോസിറ്റി, എക്സ് പൊസിഷൻ, വൈ പൊസിഷൻ. ഓക്കെ. സോ ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ട് ആക്ച്വലി നിങ്ങൾ ഈ എക്സ് പൊസിഷനും വൈ പൊസിഷനും, ദാറ്റ് ഈസ് എക്സ് പൊസിഷൻ്റെ വാല്യൂസ്, ഈ വാല്യൂസ്, അതുപോലെ വൈ പൊസിഷൻ്റെ വാല്യൂസ് കൊടുത്തിട്ട്, ഇതാണ് വൈ പൊസിഷൻ ലാസ്റ്റ് വാല്യൂസും, അതുപോലെ എക്സ് പൊസിഷൻ്റെ ലാസ്റ്റ് വാല്യൂ, ഈ വാല്യൂസ്, ഈ കോളം, ലാസ്റ്റ് വാല്യൂസ് മീൻസ് ഈ കോളം, ഈ രണ്ട് കോളം കൂടെ നിങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യുക. എന്നോട് ഗ്രാഫ് പേപ്പർ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്റ്റൈൽ മോഷൻ്റെ പ്ലോട്ടായിരിക്കും കിട്ടുക. ടാബുലാർ വാല്യൂസ്, ടേബിളിൽ കിട്ടിയ വാല്യൂസ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ചേഞ്ചസ് വരുത്തുകയാണ്. ഞാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് 1 സെക്കൻഡ് ആക്കി മാറ്റി. അതുപോലെ എച്ചിൻ്റെ വാല്യൂ ഒന്ന് ചെറുതാക്കി 0.05 എങ്കിൽ നമുക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ കുറച്ചധികം വാല്യൂസ് വേണം. അതിന് വേണ്ടി ചേഞ്ച് ചെയ്താണ്. ഡ്രാഗ് കോയിഫിഷ്യൻ്റെ വാല്യൂ 1 ആക്കി. ഓക്കെ. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ഈ പ്രോഗ്രാം. സോ റൺ മൊഡ്യൂൾ. നമുക്ക് കിട്ടിയ ഡാറ്റ ടേബിൾ ഇതാണ്. സോ ഈ ഡാറ്റ ടേബിളിൽ എക്സ് പൊസിഷനും വൈ പൊസിഷൻ, ഇവിടെ നമുക്ക് വൈ വാല്യൂ പോസിറ്റീവ് ആവുന്ന വാല്യൂ, ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് തൊട്ട് വൈൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. സോ ഈ പോസിറ്റീവ് ആവുന്ന മുഴുവൻ വാല്യൂസും ഞാൻ കോപ്പി ചെയ്തു. ഏത് പോസിറ്റീവ് ആവുന്ന, വൈ പൊസിഷൻ ഹൈറ്റ് പോസിറ്റീവ് ആണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഹൈറ്റ് നെഗറ്റീവ് ആണല്ലോ, അപ്പോൾ ഞാൻ എടുക്കുന്നില്ല. ഓക്കെ. ഇനി നമുക്കത് കോപ്പി ചെയ്തു ഒരു എക്സൽ ഷീറ്റിൽ കൊണ്ടുപോയിട്ട് ഞാനത് പേസ്റ്റ് ചെയ്യാണ്. സോ കൺട്രോൾ വി. ഓക്കെ. സോ നമുക്ക് ഡാറ്റ കിട്ടി. സോ ലാസ്റ്റ് രണ്ട് കോളം എനിക്ക് വേണ്ടത് എക്സ് പൊസിഷനും വൈ പൊസിഷനാണ് എനിക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ സ്കാറ്ററിൽ പോയിട്ട് ലൈൻ പ്ലോട്ട് എടുത്തു. സോ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷൻ്റെ കർവ് കിട്ടിയിട്ടുണ്ട്. ഈ കർവ് നിങ്ങൾ നോക്കിയാൽ വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഇത് സിമ്മട്രിക് അല്ല. ഓക്കെ. വൺ മോർ കേസ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം കോഡിൽ ഡ്രാഗ് കോയിഫിഷ്യൻ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാം. സപ്പോസ് 1 ഉള്ളത് ഞാൻ 2 ആക്കി. ഓക്കെ. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ മൊഡ്യൂൾ. സേവ്. ഓക്കെ. സേവ് ചെയ്യണം. സോ ഞാൻ റൺ ചെയ്തു. ഇനി നമുക്ക് അഗെയിൻ നമ്മുടെ വാല്യൂസ് ഒന്ന് കോപ്പി ചെയ്യാം. സോ ദിസ് 3 വാല്യൂസ് ഇപ്പോൾ ഉള്ളൂ, ബാക്കി നെഗറ്റീവ്. സോ ഞാൻ കോപ്പി ചെയ്തു, നമ്മളുടെ എക്സൽ ഷീറ്റിൽ പോയി പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഒന്നുകൂടെ ഗ്രാഫ് വരയ്ക്കണം. സോ ഈ രണ്ട് വാല്യൂസും ഈ രണ്ട് കോളം ഞാൻ സെലക്ട് ചെയ്തു. നൗ ഇൻസേർട്ടിൽ നിങ്ങൾ സ്കാറ്ററിൽ പോയിട്ട് ലൈൻ ചൂസ് ചെയ്ത് സോ നമുക്ക് രണ്ട് കർവ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ കുറച്ചുകൂടെ ചെറുതായിട്ടുണ്ട്. ഇതുവരെ ഉള്ള സിമ്മട്രി നോക്കിയാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഡ്രാഗ് കോയിഫിഷ്യൻ്റ് നന്നായിട്ട് ഇതിനെ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിമ്മട്രിക് ആയിട്ട് ഇങ്ങോട്ട് വരേണ്ട കർവ് ഇത്ര ഡിസ്റ്റൻസിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 0.5 വരെ വന്നിട്ടുണ്ട്. ബട്ട് ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് 0.8 സംതിങ് ആണ് ഇവിടെ വരിക. വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂസ് ഒക്കെ എടുക്കാം കേട്ടോ. ഓക്കെ.
സോ ഞാനിവിടെ എക്സൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തത്. നൗ പൈത്തണിൽ തന്നെ പ്ലോട്ടിംഗ് മൊഡ്യൂൾസ് ഉണ്ട്. പൈലാബ് അല്ലെങ്കിൽ മാറ്റ്പ്ലോട്ലിബ്. അത് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടാബിളിൽ കാണുന്ന വാല്യൂസ് നമുക്ക് റൺ ചെയ്ത് കിട്ടുന്ന ഈ വാല്യൂസ് നമുക്ക് ഓരോ ലിസ്റ്റിൽ സേവ് ചെയ്യാൻ പറ്റും. ടൈം, എക്സ് വെലോസിറ്റി, വൈ വെലോസിറ്റി, എക്സ് പൊസിഷൻ, വൈ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമുക്കത് പ്ലോട്ട് ചെയ്യുകയും ചെയ്യാം മൊഡ്യൂൾസ്. ബിക്കോസ് നിങ്ങളുടെ സിലബസിനകത്ത് അത് മെൻഷൻ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പ്ലോട്ടിങ്ങിലേക്ക് പോവാത്തത്. സോ ആക്ച്വലി നമുക്ക് കിട്ടുന്ന ഈ വാല്യൂസ്, ഈ ഡാറ്റ ടേബിളിൽ കിട്ടുന്ന വാല്യൂസ് ഒരു സെൻസ് ഉണ്ടാക്കണമെങ്കിൽ, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കണം. സോ നിങ്ങൾ നേരത്തെ ചെയ്ത നിങ്ങളുടെ ഫ്രീ ഫാളിൻ്റെ കേസിൽ, അതുപോലെ തന്നെ പ്രൊജക്റ്റൈൽ മോഷൻ വിത്തൗട്ട് എയർ ഡ്രാഗിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് ഇതുപോലെ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം.